ഹായ് ഗൈസ്, ബംഗ്ലാദേശ് വലിയൊരു മാറ്റം വീണ്ടും സംഭവിക്കാൻ പോവുകയാണ്. അവിടെയുള്ള യുനെസിനെ എടുത്തു കളയാനുള്ള എല്ലാവിധ നീക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യ ബംഗ്ലാദേശിന് ചുറ്റും വലിയൊരു ആർമി എക്സസൈസ് നടത്തി അമേരിക്കൻ എയ്ഡ് സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം നോക്കിയതിനു ശേഷം ഇന്ത്യൻ ആർമിയുടെ എക്സസൈസിനെ കുറിച്ച് പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം ബംഗ്ലാദേശിന് എടുത്തു നോക്കുകയാണെങ്കിൽ കുറേ അധികം പുതിയ ഡെവലപ്മെന്റുകൾ വരികയാണ്. അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം തന്നെ അവർ കുറേ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, ബംഗ്ലാദേശിൽ ആദ്യത്തെ പ്രൊട്ടസ്റ്റ്, അതായത് ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് എടുത്തു കളയാൻ വേണ്ടി പിന്നിൽ നിന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഖാലിദ് സിയാന്റെ BNP എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവരും പ്രൊട്ടസ്റ്റിലോട്ട് വരികയാണ്. ഇതിന്റെ കാരണം അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതായത് ഒരു കോസിന് വേണ്ടിയാണ് അവർ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ യുനെസ് എന്ന് പറയുന്ന ഒരു രാജാവിനെ പോലെ, ഒരു ഡിക്റ്റേറ്റർഷിപ്പിനെ പോലെ അവിടെ വന്നതിന് ശേഷം കുറേയധികം തിരുത്തങ്ങൾ വരിക. അതുപോലെ തന്നെ അടുത്ത ഇലക്ഷൻ എപ്പോഴാന്നുള്ള കാര്യം ഇദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. അതായത് ഞാൻ തന്നെ ഇങ്ങനെ ഭരിക്കണം എന്നുള്ളൊരു ഒറ്റൊരു ചിന്താഗതി കൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതുമാത്രമല്ല, ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടരുത്, അങ്ങനെ മിണ്ടുന്നവരെ ജയിലിൽ അടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു നോട്ടീസും ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പൊതുവെ ജനങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് സ്റ്റുഡൻസും ഈ പ്രൊട്ടസ്റ്റിൽ വരുന്നു. അതുമാത്രം BNPന്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രൊട്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇലക്ഷൻ വെക്കണം എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് പുതിയൊരു ഡെവലപ്മെന്റ് കൂടെ സംഭവിച്ചു. അതായത് ഓഗസ്റ്റ് 5-ാം തീയതി ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പോകുമ്പോൾ ഓടി ഒളിച്ചിരുന്ന അവാമി ലീഗ്, കാരണം അവാമി ലീഗിലുള്ള അതായത് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ജയിലിൽ അടയ്ക്കുക, അതുപോലെ തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുക, റേഡിക്കൽ ഇസ്ലാം ചിന്താഗതി കൊണ്ട് അവിടെ വളരെയധികം ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പ്രവർത്തിച്ച ആൾക്കാർക്കെല്ലാം തന്നെ തിരിച്ചടിയായിട്ട് ഇപ്പോൾ അവാമി ലീഗ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഫുള്ളായിട്ടും അതായത് ബംഗ്ലാദേശിന്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റ് അവർ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട 4 ഡിമാൻഡുകളാണ്. ഇന്ന് യുനെസ് ബംഗ്ലാദേശിന്റെ അതായത് അഡ്വൈസറായി അവിടെ വന്നതിന് ശേഷം അവിടെ ഇൻഫ്ലേഷൻ കൂടി. ലോകത്തുള്ള അതായത് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തായി ഇന്ത്യനോട് തന്നെ അദ്ദേഹം പ്രശ്നമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ പല സാധനങ്ങൾ ഇവിടുന്ന് കയറ്റി അയക്കാൻ പറ്റാതെയൊക്കെ ആയി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള ഗുഡ്സ് ആൻഡ് കോമോഡിറ്റി പ്രൈസസ് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ട് സാധാരണ സാധനങ്ങൾ വാങ്ങുന്നത് അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെ എല്ലാത്തിനും കുത്തനെ വില ഉയർവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ യുനെസിന്റെ പിടിപ്പുകേടാണെന്നാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ അതായത് അവിടെയുള്ള സാധാരണ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ അറ്റാക്കുകളും അവരുടെ ബിസിനസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഈ തീവ്രവാദികളെല്ലാം തന്നെ അടിച്ചു പൊട്ടിക്കും. അതുകൊണ്ട് തന്നെ അടച്ചിരിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ ഇരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ യുനെസ് വന്നതിന് ശേഷം അവിടെ അതായത് അവാമി ലീഗിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാവരെയും അതായത് ജയിലിൽ അടയ്ക്കുക, അതുപോലെ തന്നെ തീവ്രവാദികളെല്ലാം അഴിച്ചുവിടുക. ഇതുകൊണ്ട് തന്നെ പൊതുസ്ഥലത്ത് പോലും ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയിലോട്ടാണ് എത്തുന്നത്. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശ് ഇത്രയും നാളും വളർന്നുകൊണ്ടിരുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. അതായത് ഈ ഗാർമെന്റ്സ് എല്ലാം വെക്കുന്ന തുണി ഇൻഡസ്ട്രികളിലാണ് അവർ വളർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന അറ്റാക്കുകൾ കൊണ്ട് അവിടെ പണിക്കാരെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഗാർമെന്റ് ഇൻഡസ്ട്രീസും അവിടെ നിന്ന് വിട്ട് ഇന്ത്യയിലോട്ടും മറ്റ് രാജ്യത്തോട്ടും അവർ മെല്ലെ മെല്ലെ ഫാക്ടറി സെറ്റപ്പ് ചെയ്യാണ്. അവരുടെ ഫാക്ടറി എല്ലാം തന്നെ മാസങ്ങളോളമായിട്ട് അടച്ചു പൂട്ടിക്കിടക്കുകയാണ്. ഇതും വലിയൊരു വിമർശനമായി പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പ്രൊട്ടസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ യുനെസിനറിയാം അതായത് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഒന്നാമത്തത് BNPയും സ്റ്റുഡൻസും കൂടെ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഒപ്പം അവാമി ലീഗും കൂടെ വരികയാണെങ്കിൽ യുനെസിന്റെ അതായത് ഡേയ്സ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയി എന്ന് മനസ്സിലായിക്കൊണ്ട് യുനെസിന്റെ ഗവൺമെന്റ് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഒറ്റ പ്രൊട്ടസ്റ്റിന് പോലും ഞങ്ങൾ അംഗീകാരം കൊടുക്കാൻ തയ്യാറല്ല, കാരണം അതായത് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ബംഗ്ലാദേശ് ആർമിയും മെല്ലെ ആ ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലോട്ട് പോകുന്ന ന്യൂസസ് എക്കണോമിക് ടൈംസിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ് ജനുവരി 26-ന്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡെവലപ്മെന്റുകളാണ് അവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ അവാമി ലീഗിന്റെ ഈ പ്രൊട്ടസ്റ്റിന് അത് സമ്മതം നൽകില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും അവാമി ലീഗിനെ 9th ഡിവിഷൻ ഓഫ് ആർമി എന്ന് പറയുന്ന അതായത് ബംഗ്ലാദേശ് ഢാക്കയിലെ ഒരു പ്രധാനപ്പെട്ട ആർമിയാണ്. അവരുടെ സപ്പോർട്ടും ഇൻഡയറക്റ്റ് ആയി അവർ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ അവാമി ലീഗിന്റെ ഒരു തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിലൂടെ ഷെയ്ഖ് ഹസീനയും തിരിച്ചു വരാനുള്ള
സാധ്യതകൾ കൂടുതലാണ്. ഒന്നാമത് ട്രംപ് വന്നതിന് ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന് ബംഗ്ലാദേശ് ഗവൺമെന്റിനെ കൊണ്ട് ഒന്ന് കണ്ടംപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനി മറ്റ് ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ട്രംപ് വന്നതിന് ശേഷം ബംഗ്ലാദേശിന് കൊടുക്കുന്ന കംപ്ലീറ്റ് എയ്ഡ് മണി ബംഗ്ലാദേശ് മാത്രമല്ല മറ്റ് കുറേ രാജ്യങ്ങൾക്ക്, അതായത് ഏകദേശം 86 രാജ്യങ്ങൾക്കെങ്ങാണ്ട് ഇങ്ങനെ ഫണ്ട് എയ്ഡ് ആയി കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ത്യക്കും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ത്യക്ക് വളരെ ചെറിയ എമൗണ്ട് ആണ്, 127 മില്യൺ അത്രങ്ങാണ്ടുള്ളൂ. ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചുരുങ്ങിയ എമൗണ്ട് ആണ്. പക്ഷെ അതിനെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്, അത് അവരുടെ കമ്പനി ഒന്നും, അത് ഇത് ഇന്ത്യയിലോട്ട് കൊടുക്കുന്ന ആ കാര്യത്തിനെ കുറിച്ച് ആ കമ്പനി ഒന്നും അടച്ചുപൂട്ടിയില്ല, തൽക്കാലമായി സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ബംഗ്ലാദേശിനല്ലാതെ തന്നെ കംപ്ലീറ്റ് എയ്ഡും ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അത് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ആ ഫണ്ടും അവിടെ സ്റ്റോപ്പായി. ഇപ്പോൾ അടുത്ത ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവര് ചിക്കൻ നെക്കിനെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യൻ ആർമി ജനുവരി 15 തൊട്ട് 20 വരെ, അതായത് ബംഗ്ലാദേശിന്റെ ഫുൾ ബോർഡറിലും അവര് ഈസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൽ താഴെ വരുന്ന ഒരു കോർ കംപ്ലീറ്റ് എക്സസൈസ്, ആർമി സ്ട്രാറ്റജിക് എക്സസൈസ് നടത്തിയിരിക്കുന്നു. ഇത് അത് ചൈനനെ നോക്കിയല്ല, ഡയറക്റ്റ് ആയിട്ട് ബംഗ്ലാദേശിനെ നോക്കി തന്നെയാണ് ഈ എക്സസൈസ് നടത്തിയത്. ഇതിൽ ആർമിയും എയർഫോഴ്സും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടാണ് നടത്തിയത്. 5 ദിവസം നടത്തിയ ഈ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഡെവിൽ എന്ന് പറയുന്ന പേരിലാണ് ഈ എക്സസൈസ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിന് അങ്ങനെ വല്ല ചിന്താഗതികളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ നാശത്തിലോട്ടാണെന്ന് ഉള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും കൂടിയാണ് നമ്മൾ ഡയറക്റ്റ് ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അവിടെ അതായത് ഇപ്പോൾ ആർമി ഭരണം പിടിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ അവാമി ലീഗിന്റെ അതായത് പ്രൊട്ടസ്റ്റ് ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.